എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മലയാളം, മാത്സ്, ഇംഗ്ലീഷ് PYQ സീരീസ്. PSC പരീക്ഷകളിൽ നമ്മുടെ റാങ്ക് മുന്നിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നിവ. ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് PSC ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ചേർത്തിണക്കി ഓരോ ക്ലാസ്സുകളായി നിങ്ങൾക്ക് നൽകുകയാണ്. ഈ സീരീസ് കൃത്യമായി ഫോളോ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് റാങ്ക് മുന്നിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് നമ്മൾ മലയാളം ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ റീസെൻ്റ്ലി നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിലെ ഫേസ് 1 മലയാളം സെക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 056/2025. എല്ലാവരും തന്നെ എഴുതിയിട്ടുള്ളൊരു എക്സാം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലെ മലയാളം ചോദ്യങ്ങൾ നോക്കാം. അതുമായിട്ട് കണക്ട് ചെയ്ത് PSC ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻസ് എല്ലാം അതേ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യനും മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ 91ാമത്തെ ചോദ്യമായിരുന്നു. ചോദ്യം എങ്ങനെയാണ്? താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? ഇത് മലയാളത്തിലെ പരിഭാഷ എന്ന സെക്ഷനിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ്. പരിഭാഷ. അപ്പൊ തന്നേക്കുന്ന പദം എന്താണ്? സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മാതൃഭാഷ, മാനക ഭാഷ, ദേശീയ ഭാഷ, കൃത്രിമ ഭാഷ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപമാണ് മാനക ഭാഷ. അപ്പോൾ ഓർത്തു വെക്കുക, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ പരിഭാഷ മാനക ഭാഷ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, മാനക ഭാഷ. ഇനി നമുക്ക് പരിഭാഷാ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ആർക്കിടൈപ്പ്. ആർക്കിടൈപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദിപ്രരൂപം. ആർക്കിടൈപ്പ്, ആദിപ്രരൂപം. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, അത് നമ്മളിപ്പോ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നാൽ എന്താണ്? മാനക ഭാഷ. ടെറിട്ടോറിയൽ ഡോമിനേഷൻ. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നതിന്റെ മലയാള പരിഭാഷയാണ് എന്ത്? പ്രാദേശികാധിപത്യം. ടെറിട്ടോറിയൽ ഡോമിനേഷൻ, പ്രാദേശികാധിപത്യം. അടുത്ത പദം ഫാഷൻ മോങ്ങർ. ഫാഷൻ മോങ്ങർ എന്ന് പറഞ്ഞാൽ അഴകിയ രാവണൻ. ഫാഷൻ മോങ്ങർ, അഴകിയ രാവണൻ. അടുത്തത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്നാൽ അപ്രിയ സത്യം. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാൽ മനസാന്നിധ്യം. പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യം. അപ്പൊ നമുക്ക് ഇത്രയും പദങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ കൂടെ അതിന്റെ മലയാള പരിഭാഷ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആർക്കിടൈപ്പ്. ആർക്കിടൈപ്പ് മീൻസ് ആദിപ്രരൂപം. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, മാനക ഭാഷ. ടെറിട്ടോറിയൽ ഡോമിനേഷൻ, പ്രാദേശികാധിപത്യം. ഫാഷൻ മോങ്ങർ, അഴകിയ രാവണൻ. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യം. ഈ പരിഭാഷ പോലുള്ള ചോദ്യങ്ങളെല്ലാം എപ്പോഴും തന്നെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ഈ PYQ സെക്ഷൻ നന്നായിട്ട് നോക്കിയിരിക്കുക. ഈ ചോദ്യങ്ങളും അതുപോലെ ഇനിയും നമ്മൾ കൂടുതൽ പദങ്ങൾ ആഡ് ചെയ്ത് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ മുടങ്ങാതെ കാണുക. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം. പ്രേക്ഷിക, പ്രേക്ഷക, പ്രേക്ഷിത, പ്രേക്ഷകി. ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രേക്ഷക. എന്താണ് ഈ പ്രേക്ഷകൻ എന്ന വാക്കിന്റെ അർത്ഥം? പ്രേക്ഷകൻ എന്ന് വെച്ച് കഴിഞ്ഞാല്
അയക്കുന്ന ആൾ. നമ്മൾ കത്തെഴുതുമ്പോൾ ഫ്രമും ടു ഒക്കെ വെക്കില്ലേ, അതില് ഫ്രമിന് നമ്മൾ പറയുന്ന ഇതാണ് പ്രേഷകൻ. പ്രേഷകൻ എന്നാൽ അയക്കുന്ന ആൾ. എന്നാൽ അതുപോലെ തന്നെ വേറൊരു പദവും കൂടെ ഉണ്ട്, പ്രേക്ഷകൻ. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കാണുന്നയാൾ. പ്രേക്ഷകൻ എന്നാൽ കാണുന്നയാൾ. രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രേക്ഷകൻ എന്നാൽ അയക്കുന്നയാളെയും പ്രേക്ഷകൻ എന്നാൽ കാണുന്നയാളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രേഷക. ഇനി നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ലിംഗരൂപങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. പ്രേക്ഷകൻ, പ്രേക്ഷക, അത് നമ്മൾ പറഞ്ഞു. പ്രേക്ഷകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് പ്രേക്ഷക. ഗുരു, ഗുർവി. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺസാർമാർക്ക്, അധ്യാപകരില് പുരുഷന്മാരെ കുറിക്കുന്നതാണ് ഗുരു എന്നതും, അതുപോലെ അധ്യാപകർ സ്ത്രീ ശബ്ദത്തെ കുറിക്കുന്നതാണ് ഗുർവി. ഗുരു, ഗുർവി. രക്ഷകൻ, രക്ഷിക. കാന്തൻ, കാന്ത. പ്രഭു, പ്രഭി. ഭാഗിനേയൻ, ഭാഗിനേയി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? പ്രേക്ഷകൻ, പ്രേക്ഷക. അയക്കുന്നത് പുരുഷനാണെങ്കിൽ പ്രേക്ഷകൻ എന്നും, സ്ത്രീയാണ് അത് അയക്കുന്നതെങ്കിൽ അതിന് പ്രേക്ഷക എന്നും പറയും. അതുപോലെ അധ്യാപകരിലെ പുരുഷ ശബ്ദത്തെ കാണിക്കുന്നതാണ് ഗുരു, സ്ത്രീ ശബ്ദമാണെങ്കിൽ ഗുർവി. ഗുരു, ഗുർവി. ഇതിങ്ങനെ പലതവണ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കത് പറയാനായിട്ട് കിട്ടും കേട്ടോ. അടുത്തത് നോക്കിക്കേ, രക്ഷകൻ, രക്ഷിക. ഇങ്ങനെയുള്ള ചില പദങ്ങൾ നമുക്ക് എപ്പോഴും സംശയം തോന്നും. ഈ ചിഹ്നം അത് രക്ഷികയാണോ രക്ഷകിയാണോ? അത് ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില പദങ്ങളുണ്ട്. അപ്പൊ നമുക്കിത് ഓർത്തു വെക്കാനായിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എങ്ങനെ ഒന്ന് എഴുതി വെക്കാം. രക്ഷകൻ എന്നതാണല്ലോ പുല്ലിംഗ ശബ്ദം, രക്ഷകൻ. അപ്പോ ഇതൊരു കോഡാണ്, ചുമ്മാ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഒന്ന് നോക്കാം. ആ പദങ്ങളൊന്നും നിങ്ങൾ എടുത്തെഴുതാം. ര, ക്ഷ, ക. ഇതാണ് അതിലെ 3 അക്ഷരങ്ങൾ അല്ലെ. ഇനി നമുക്ക് നമ്മുടെ ഈ ചിഹ്നം, ഈ ചിഹ്നം എവിടെ ഇടണം എന്നുള്ള കാര്യമാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഒരാളെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെ നടുക്ക് അങ്ങ് നിർത്തിയാൽ മതി അല്ലെ, സേഫ് ആയിട്ട് അങ്ങ് നിർത്താൻ നമുക്ക്. അപ്പൊ ഈ രായുടെയും കായുടെയും ഇടയിൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ രായുടെയും കായുടെയും ഇടയിൽ ഈ ചിഹ്നത്തിനെ അങ്ങ് കൊണ്ടിടാം. അപ്പൊ എന്തായി? രക്ഷിക. രക്ഷിക്കപ്പെട്ടില്ലേ? അപ്പോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രായുടെയും കായുടെയും നടുവിൽ കൊണ്ടുവന്ന ആ ചിഹ്നം നമ്മൾ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ രക്ഷകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണെന്ത്? രക്ഷിക. ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. കാന്തൻ, കാന്ത. കാന്തൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് കാന്ത. പ്രഭു, പ്രഭി. ഭാഗിനേയൻ, ഭാഗിനേയി. ഭാഗിനേയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിയുടെ പുത്രനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാഗിനേയൻ. ഒറ്റപ്പദമായിട്ടും ചോദിക്കാറുണ്ട്. സഹോദരി പുത്രനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഞാനിവിടെ എഴുതാം, സഹോദരി പുത്രൻ. സഹോദരി പുത്രനാണ് ആര്? ഭാഗിനേയൻ. അപ്പൊ സഹോദരിയുടെ പുത്രിയെ നമ്മൾ എന്തെന്ന് പറയും? ഭാഗിനേയി. സഹോദരി പുത്രനാണ് എങ്കിൽ ഭാഗിനേയൻ എന്നും, സഹോദരിയുടെ പുത്രിയെ ഭാഗിനേയി എന്നും പറയും. അപ്പോൾ ഇത് പദങ്ങൾ ഒന്നുകൂടെ പറയാം, കൂടെ പറയുക. പ്രേക്ഷകൻ, പ്രേക്ഷക. ഗുരു, ഗുർവി. രക്ഷകൻ, രക്ഷിക. കാന്തൻ, കാന്ത. പ്രഭു, പ്രഭി. ഭാഗിനേയൻ, ഭാഗിനേയി. എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ താ പ്ലസ് കോൽ, ഓപ്ഷൻ ബി താഴ് പ്ലസ് കോൽ, ഓപ്ഷൻ സി താക്ക് പ്ലസ് കോൽ, ഓപ്ഷൻ ഡി താ പ്ലസ് കോൽ. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? താഴ് പ്ലസ് കോലാണ് താക്കോൽ. താക്കോൽ എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ താഴ് അധികം കോൽ എന്ന് വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. താക്കോൽ, താഴെ പ്ലസ് കോൽ നമ്മളിപ്പോ പറഞ്ഞു അത്. അടുത്തത് 800. 800 എന്നിനെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? എൺ അധികം 100. ഞാനതിവിടെ ഒന്ന് എടുത്തെഴുതാം. ഇത് സന്ധിയിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് നോക്കാം, 800നെ നമുക്ക് പിരിച്ചെഴുതുമ്പോൾ എൺ പ്ലസ് 100 എന്നാന്ന് പറഞ്ഞു.
ഇത് ഏത് സന്ധിയാണെന്ന് അറിയാമോ? ഇത് ആദേശ സന്ധിയാണ്. ആദേശ സന്ധി. എന്നാൽ 800 ഏതായിരിക്കും സന്ധി? നമുക്കിതിനെ പിരിച്ചെഴുതാം. പിരിച്ചെഴുതുമ്പോഴാണ് നമുക്ക് സന്ധി നിർണ്ണയിക്കാൻ പറ്റുന്നത്. 800 എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? n + 1000. ഇത് ഏത് സന്ധിയാണ്? ഇത് ആദേശസന്ധിയാണോ? അല്ല, ഇത് ദ്വിത്വസന്ധിയാണ്. 800 ആദേശസന്ധിയും 8000 ദ്വിത്വസന്ധിയും. ഇതെന്തായിരിക്കും ഇതിന്റെ വ്യത്യാസം വരുന്നത്? ഇവിടെ നോക്കാം. 800 എന്ന പദം പിരിച്ചെഴുതിയപ്പോൾ എങ്ങനെ വന്നു? n + 100 എന്ന് വന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ പിരിച്ചെഴുതിയ പദം ചേർത്തെഴുതിയപ്പോൾ n + 100നെ ചേർത്തെഴുതിയപ്പോൾ ഈ നാ ഇവിടെ മാറി, ഇവിടെ നാ വന്നു അല്ലേ? അപ്പൊ ഒന്ന് മാറി ഒന്ന് പോയി മറ്റൊന്ന് വരികയാണെങ്കിൽ അവിടെ ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. n + 100നെ ചേർത്തെഴുതുമ്പോൾ അത് 800 ആവും. അപ്പൊ ഈ നാ എന്നത് മാറി ഇവിടെ നാ വന്നു. അപ്പൊ ഇതെന്തായി? ആദേശ സന്ധിയായി. അതുപോലെ n + 1000 ഇവിടെ ഈ ചേർത്തെഴുതി കഴിഞ്ഞപ്പോ നാ എന്നുള്ളത് ഇരട്ടിച്ചു, 2 നാ വന്നു. അപ്പൊ ഇത് ദ്വിത്വസന്ധിയായി. ഇതാണ് ഇതിന്റെ ജനറൽ റൂള്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ നമുക്ക് ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി. പിരിച്ചെഴുതി കഴിയുമ്പോൾ ചില്ലക്ഷരങ്ങൾക്ക് ശേഷം, അതായത് അധിക ചിഹ്നത്തിന്റെ ഇടതുവശത്ത് ചില്ലക്ഷരങ്ങൾക്ക് ശേഷം, അധിക ചിഹ്നത്തിന് ശേഷം വ്യഞ്ജനാക്ഷരമാണ് എങ്കിൽ ആദേശസന്ധിയും, അധിക ചിഹ്നത്തിന് ശേഷം സ്വരാക്ഷരമാണെങ്കിൽ ദ്വിത്വസന്ധിയും ആയിരിക്കും. മനസ്സിലായോ? പദങ്ങൾ പിരിച്ചെഴുതിയിരിക്കുന്ന സമയങ്ങളിൽ അധിക ചിഹ്നത്തിന്റെ ഇടതുവശത്ത് അവസാനിക്കുന്നത് ചില്ലക്ഷരത്തിലും അധിക ചിഹ്നത്തിന്റെ വലതുവശത്ത് വ്യഞ്ജനാക്ഷരവുമാണെങ്കിൽ അത് ആദേശസന്ധിയായിരിക്കും. അതുപോലെ പിരിച്ചെഴുതുമ്പോൾ അധിക ചിഹ്നത്തിന്റെ ഇടതുവശം അവസാനിക്കുന്നത് ചില്ലക്ഷരത്തിലും വലതുവശത്ത് സ്വരാക്ഷരവുമാണെങ്കിൽ അത് ദ്വിത്വസന്ധി ആയിരിക്കും. ഇതുമായിട്ട് കണക്ട് ചെയ്തങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത പദം നോക്കിക്കേ, തീക്കനൽ. തീക്കനൽ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? തീ അധികം കനൽ, അതാണ് തീക്കനൽ. അവൻ, ആ അധികം അൻ, അതാണ് അവൻ എന്ന് പറയുന്നത്. പടക്കളം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായി? പട അധികം കളം. വിണ്ടലം, വിൺ അധികം തലം. ഇതൊക്കെ വിണ്ടലം ഒക്കെ ഒരുപാട് തവണ PSCയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? വിദ്യാർത്ഥി, 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 വിദ്യാർത്ഥി. ഇത് പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ്. എന്താണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല്? വിദ്യയെ അർത്ഥിക്കുന്നവനാരോ? വിദ്യയെ അർത്ഥിക്കുന്നവൻ. അർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യാചിക്കുക അല്ലെ? വിദ്യയെ അർത്ഥിക്കുന്നവനാരോ അവനാണ് വിദ്യാർത്ഥി. അപ്പൊ നോക്കിക്കേ, അർത്ഥിക്കുക എന്നുള്ളതിന് ഏതാണ്? തായും ധായും കൂടെ ചേർന്നതാണ് ആ അർത്ഥിക്കുക എന്നത് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പദത്തിനെ എങ്ങനെ നമുക്ക് എഴുതാം? വിദ്യയെ അർത്ഥിക്കുന്നവനാരോ അവനാണ് വിദ്യാർത്ഥി. കണ്ടോ? അപ്പൊ ഇതാണ് ആ വരുന്ന ധ, വിദ്യാർത്ഥിയുടെ ധ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ശരിയായ പദരൂപം ഓപ്ഷൻ ഡി, വിദ്യാർത്ഥി. വിദ്യയെ അർത്ഥിക്കുന്നവനാരോ അവനാണ് വിദ്യാർത്ഥി. അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs ഒന്ന് നോക്കാം. നോക്കിക്കേ, ശരിയായ പദം ഏത്? യാദൃച്ഛികത്തിന്റെ പല രീതിയിലുള്ള 4 ഓപ്ഷൻസ് കൊടുത്തേക്കാണ്. ഇതില് ശരിയായ പദം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. യാദൃച്ഛികം, ചായും ഛായും ചേരുന്ന, അതാണ് യാദൃച്ഛികം എന്നത് വരുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ PSCയിൽ ചോദിക്കാറുണ്ട്. കൺഫ്യൂസിങ് ആണത്. ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം, അങ്ങനെ കുറെ പദങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ചെറിയൊരു കോഡ് പോലെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ചെറിയൊരു, അത് നിങ്ങൾ പറയുമ്പോൾ അതൊന്ന് പിക്ചറൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ കിട്ടും. കോഡ് ഇങ്ങനെയാണ്: വിദ്യുച്ഛക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃച്ഛികമായി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി. അപ്പൊ നിങ്ങൾ ഈ കോഡ് പറയുന്നതിന് മുമ്പ് അച്ഛനെയും നിങ്ങളെയും ഓർക്കുക.
അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അച്ഛൻ വിദ്യുത് ശക്തി വകുപ്പിൽ, അതായത് നമ്മുടെ KSEB ജോലി ചെയ്യാണ് അച്ഛൻ. അപ്പൊ നമുക്ക് ഛ ചേർത്ത് വരുന്ന പദങ്ങളാണ്. അതിനെല്ലാം ആ ഒരൊറ്റ ചായും ഛായുമാണ് വരുന്നതെന്ന് ആ വരുന്ന വാക്കുകളെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾ അച്ഛനെ ഓർക്കുക, നിങ്ങളെ ഓർക്കുക. അച്ഛൻ ജോലി ചെയ്യുന്ന എവിടെയാണ്? വിദ്യുത് ശക്തി വകുപ്പിലാണ്. അപ്പൊ അച്ഛൻ എവിടെയോ വെച്ച് യാദൃച്ഛികമായിട്ട് നിങ്ങളെ കാണുമ്പോൾ, ഇത് കാണാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ കണ്ടു. അപ്പോൾ അച്ഛൻ നിങ്ങളെ ശിരച്ഛേദം ചെയ്യും. അത് ഓർത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താവണം? ജീവച്ഛവമായി മാറി. അതാണ് നമ്മുടെ കോഡ്. അപ്പൊ ആ കോഡ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. വിദ്യുത് ശക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃച്ഛികമായി, എല്ലാത്തിനും നോക്കുക കേട്ടോ, യാദൃച്ഛികമായി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി. കണ്ടോ? അപ്പൊ ഇനി നോക്കിക്കേ, നിങ്ങൾ ഞാൻ പറയുന്ന സ്റ്റോറി മൈൻഡിൽ ഒന്ന് പിക്ചറൈസ് ചെയ്യണം. അപ്പൊ നോക്കാം, ഇനി നോക്കിക്കേ, വിദ്യുത് ശക്തി കണ്ടോ, അവിടെ ഛായും കൂടെ വരുന്ന ആ വാക്കാണ്. വിദ്യുത് ശക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃച്ഛികം അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി. അപ്പൊ എത്ര വാക്കുകൾ നിങ്ങൾ ഈ കോഡിൽ നിന്ന് പഠിച്ചു നോക്കിക്കേ? 1, 2, 3, 4, 5, 6 വാക്കുകൾ നിങ്ങൾ പഠിച്ചു. നോക്കുക, വിദ്യുത് ശക്തി, ഐച്ഛികം, അച്ഛൻ, യാദൃച്ഛികം, ശിരച്ഛേദം, ജീവച്ഛവം. അപ്പൊ ഇത്രയും വാക്കുകൾ നമ്മൾ എഴുതുന്നത് ഏതാണ്? ഛ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഒരിക്കലും കൺഫ്യൂസിങ് ആവാണ്ട്, ഇത് ഇനി തിരിഞ്ഞു പോകരുത്. ഈ ഒരു കഥ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ആ വാക്കുകൾ ഇനി ഐച്ഛികമൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള പദങ്ങളാണ്. അപ്പൊ ഇനിയും അത് ചോദിക്കും. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ഒരു കോഡ് മനസ്സിൽ നിന്ന് പോകരുത്. വിദ്യുത് ശക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃച്ഛികമായി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി. അപ്പൊ ഇനി ഇതിലേതാണ് ശരിയായ പദം നോക്കിക്കേ. അപ്പൊ ഇതല്ലേ, ഈ ഛായാണല്ലോ യാദൃച്ഛികമായി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ. അപ്പൊ ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം ഏത്? അമാത്യൻ. അമാത്യൻ എന്ന പദത്തിന്റെ അർത്ഥം മന്ത്രി എന്നാണ്. അതായത് ഭരണകാര്യങ്ങളിൽ രാജാവിന് വേണ്ട ഉപദേശം കൊടുക്കുന്നയാളെയാണ് അമാത്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്ഷൻ B ആണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാനായിട്ട് നോക്കാം. മന്ത്രി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? നായും തായും കൂടെയും ചേർന്നാണല്ലേ മന്ത്രി എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പൊ താ ചേർന്ന് വരുന്നത് ഇതിൽ ഏതാന്നൊന്ന് നോക്കിക്കേ. ബിയിൽ മാത്രമാണ് അങ്ങനെയുള്ളൂ അല്ലെ. അപ്പൊ മന്ത്രിയാണ്. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്. മന്ത്രി എന്ന് നമ്മൾ എഴുതുന്നത് നേയും തായും കൂടെയും ചേർന്ന ഇങ്ങനെയാണ് നമ്മൾ എന്താ എഴുതുന്നത്. അപ്പൊ ആ താ വരുന്ന പദം നോക്കിയാൽ മതി. അപ്പൊ ഓപ്ഷൻ B നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഏതാണ് ശരിയായ പദം? അമാത്യൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അടുത്ത് നോക്കാം. അസ്തിത്വം എന്നെഴുതുന്നതിന്റെ 4 ഇതാണ് തന്നേക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അസ്തിത്വം. രണ്ടും ഒരുപോലുള്ള തായാണ് അസ്തിത്വത്തിന് വരുന്നത്. അസ്തിത്വം. ഓപ്ഷൻ A ആണ് ഇതിലെ ശരിയായ പദം. അടുത്തത് ശരിയായ പദം ഏത് നോക്കിക്കേ. നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കോഡ് നോക്കുക. ഐച്ഛികം. അപ്പൊ ഇനി നമുക്കിവിടെ നമ്മുടെ കോഡ് ഒന്ന് ഓർത്ത് നോക്കിക്കേ.
വിദ്യുച്ഛക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃശ്ചികമായി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി. അപ്പൊ ഇതില് ആ ഐച്ഛികം വാക്കാ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചായയും വരുന്ന ഓപ്ഷൻ എ ആയിരിക്കുമല്ലോ നമ്മുടെ ആൻസർ. അപ്പൊ നാലാമത്തെ ഉത്തരം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെടുക്കാൻ പറ്റുന്നില്ലേ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. ഇനി ശരിയായ പദം ഏത്? യഥോചിതം എന്ന് വെച്ചാൽ എന്തായിരിക്കും? യഥോചിതം എന്ന വാക്കിന്റെ അർത്ഥം ഉചിതമാം വണ്ണം. യഥോചിതം എന്ന് വെച്ചാല് ഉചിതമാം വണ്ണം, അല്ലെങ്കിൽ ഉചിതമായ പോലെ, ഉചിതമാം വണ്ണം, ഉചിതമായതുപോലെ. അപ്പൊ ഉചിതം ആ രീതിയിൽ അവസാനിക്കുന്ന വാക്ക് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതാ ഇവിടെയും ചിതം, ഉചിതം. നോക്ക്, ഇത് രണ്ടുപോലെ ഉചിതം എന്ന് നമ്മൾ എഴുതുമ്പോൾ ഈ ഫസ്റ്റ് തായാണല്ലോ വരത്തുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആവും, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആവും. ഏതാണോ ഉചിതമായത് അതുപോലെ. യഥോ, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, യഥോ. അപ്പൊ ഈ തായാണ് അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും. യഥോചിതം, എങ്ങനെയാണോ ഉചിതം അങ്ങനെ. യഥോചിതം, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. അപ്പൊ ഇത്രയുമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. വാക്യശുദ്ധി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും ഏതാണ് ശരി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് എന്നിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഓപ്ഷൻ എ, അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. നോക്കാം, ഒരു കാര്യം പരസ്യമായിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ആയിട്ട് എല്ലാവരോടും പറയാം. അത് തന്നെയാണല്ലോ വെട്ടി തുറന്ന് പറയുന്നതെന്ന് പറയുന്നത്. അപ്പോ ഒരു വാക്ക് 2 രീതിയിൽ ഒരേ അർത്ഥമുള്ള 2 പദങ്ങൾ ഒരുമിച്ച് ഒരു വാക്യത്തിൽ വന്നേക്കാണ്. അത് ആ വാക്യം തെറ്റാണ്. കാരണം ഒന്നെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് പറയുന്നെന്ന് പറയാം, അല്ലെങ്കിൽ വെട്ടി തുറന്ന് പറയുന്നെന്ന് പറയാം. 2 വാക്കുകൾ, ഒരേ അർത്ഥമുള്ള 2 വാക്കുകൾ അടുത്തടുത്ത് വരുന്നത് ആ ഒരു വാക്യത്തിന് ദോഷമാണ്. അങ്ങനെ വരുന്ന ദോഷത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പദ പൗനരുക്ത്യം എന്ന് പറയും. പദ പൗനരുക്ത്യം. പദ പൗനരുക്ത്യം എന്ന് പറഞ്ഞാല് ഒരേ അർത്ഥമുള്ള പദങ്ങൾ ഒരു വാക്യത്തിൽ ആവർത്തിക്കുന്നത് മൂലം വരുന്ന ദോഷമാണ് പദ പൗനരുക്ത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, പരസ്യമായി പറയുക എന്ന് പറഞ്ഞാലും വെട്ടിത്തുറന്ന് പറയുക എന്ന് പറഞ്ഞാലും എന്താണ്? ഒരേ മീനിങ് ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പദം അവിടെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇവിടെയും ആ സെയിം ദോഷമല്ലേ വന്നേക്കുന്നേ? പരസ്യമായി പറയുന്നതെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അന്യരുടെ കുറ്റം തുറന്നു പറയുന്നതെന്ന് പറഞ്ഞാൽ മതി. പരസ്യമായി തുറന്നു പറയുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ്. കാരണം ആവർത്തിച്ചിട്ടുള്ള ഒരു പദത്തിന്റെ, ഒരേ അർത്ഥമുള്ള പദത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള ഉപയോഗമായ പദ പൗനരുക്ത്യം ഇവിടെയും വന്നിട്ടുണ്ട്. അടുത്തത് ഓപ്ഷൻ സി, അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇവിടെയും സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? പദപൗനരുക്ത്യം വന്നിട്ടുണ്ട് അല്ലെ? എന്താ? വെട്ടിത്തുറന്ന് പറയുക എന്ന് പറയാം, അല്ലെങ്കിൽ പറയാം പരസ്യമായി പറയുന്നത് എന്ന് പറയാം. ഇത് രണ്ടും ഒരുമിച്ച് പറയേണ്ട കാര്യമില്ല, രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പൊ ഇവിടെയും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പദപൗനരുക്ത്യം വന്നേക്കാണ്. വെട്ടിത്തുറന്ന് പറയുക എന്ന് പറയാം, അല്ലെങ്കിൽ പരസ്യമായി പറയുന്നത് എന്ന് പറയാം. ഇത് രണ്ടും ഒരുമിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് 3ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ? കാരണം അവിടെ ആവർത്തിച്ചിട്ടുള്ള ഉപയോഗം ഒന്നും വന്നിട്ടില്ല, പരസ്യമായി പറയുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാക്യം നമ്മൾ എഴുതുമ്പോൾ അതിൽ ഒരേ അർത്ഥമുള്ള പദങ്ങൾ ഒരിക്കലും ഒരു വാക്യത്തിൽ ആവർത്തിച്ചു വരരുത്. അത് ആ വാക്യത്തിൽ ദോഷമാണ്. പദ പൗനരുക്ത്യം എന്ന ദോഷമാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇന്ന് അടുത്ത ചോദ്യം നോക്കാം. ഇത് PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഓപ്ഷൻസ് എല്ലാം. അതുപോലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ഇതിൽ കൊടുത്തേക്കുന്നത്. PSCയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തതിൽ വ്യാകരണപരമായി തെറ്റായ വാക്യം ഏതാണ്? വ്യാകരണപരമായിട്ട് ഏതാണ് തെറ്റായ വാക്യം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കി വരാം. 100ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. നമുക്കറിയാം, നമ്മൾ ശതമാനം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100, 100ലാണ് നമ്മൾ പറയുന്നത്.
അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം ഒന്നെങ്കിൽ 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 100-ൽ 90 അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണെന്ന് പറയാം. 100-ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ അത് 100-ലാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒന്നെങ്കിൽ 90% എന്ന് പറയാ, അതല്ലാതെ 100-ന് 90% എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തതും കൂടെ നമുക്കൊന്ന് നോക്കാം. 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ? കാരണം 90% എന്ന് പറയാം, 90% എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 ആണ്. അപ്പൊ 90 ഇത് ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 100-ന് 90 അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. കറക്റ്റ് ആണ്. 100-ൽ 90 അധ്യാപകരും എങ്ങനെയാണ്? ആത്മാർത്ഥതയുള്ളവരാണ്. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് 100% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. അതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ഏതാണ്? 100-ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇതില് നമുക്ക് ഇങ്ങനെ 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ് എന്നാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേനെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മറ്റ് ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. നമുക്ക് ഗത്യന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഗത്യന്തരം എന്ന് വെച്ചാൽ എന്താണ്? മറ്റു മാർഗം എന്നാണ് ഗത്യന്തരം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗത്യന്തരം എന്ന് വെച്ചാൽ മറ്റൊരു മാർഗം. അപ്പോൾ ഇത് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എന്താ? മറ്റു ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഗത്യന്തരം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു മാർഗം എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, മറ്റു ഗത്യന്തരം ഇല്ലാതായപ്പോൾ, അങ്ങനെ പറയേണ്ട കാര്യമില്ല അല്ലെ? അപ്പൊ ഇതൊന്ന് വായിക്കുമ്പോൾ എന്ത് വരും? മറ്റു മാർഗങ്ങളില്ലാതെ. അത് അപ്പൊ എന്താണ്? ആവർത്തിച്ചു വന്നേക്കാണ്. ഒരേ അർത്ഥം തന്നെ 2 തവണ ആവർത്തിച്ചു വന്നേക്കുക. ഇവിടെയും നമ്മൾ പറഞ്ഞ ഏത് ദോഷമാണ്? പദ പൗനരുക്ത്യം വന്നേക്കാണ് അല്ലെ? പദ പൗനരുക്ത്യം, അതായത് ഒരേ അർത്ഥം തന്നെ ആവർത്തിച്ചു വന്നേക്കാണ് ഒരു വാക്യത്തില്. മറ്റു ഗത്യന്തരം എന്ന് പറയേണ്ട കാര്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് അപ്പോ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കാം. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അപ്പൊ ഈ ഓപ്ഷൻ ശരിയാണ്. നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടിയ ഓപ്ഷൻ ബി ആണ്. നമുക്ക് ആൻസർ ഓപ്ഷൻ സി നോക്കാം. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതെയായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ഇവിടെയും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? ഇവിടെയും പറഞ്ഞേക്കുന്നത് എന്താ? മറ്റു ഗത്യന്തരമില്ലാതെയായപ്പോൾ. അത് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്, മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ എന്ന് പറഞ്ഞാൽ. അത് തെറ്റാണ്. മറ്റു മാർഗങ്ങൾ എന്ന് പറയേണ്ട കാര്യമില്ല. മറ്റു ഗത്യന്തരമില്ലാതെയായപ്പോൾ എന്ന് പറയണ്ട, ഗത്യന്തരമില്ലാതെയായപ്പോൾ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഇല്ലാതെയായപ്പോൾ എന്ന് പറഞ്ഞാലും മതി. അപ്പൊ 2 പദങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെയും അത് തന്നെയാണ് വന്നേക്കുന്നത്. വാക്കുകളും സെന്റൻസ് ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് പല രീതിയിൽ കൊടുത്തേക്കുന്നുള്ളൂ. അപ്പൊ മറ്റു ഗത്യന്തരം എന്ന് നമ്മൾ പറയുന്നത് തെറ്റായ യൂസേജ് ആണ്. അപ്പൊ ഗത്യന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ആ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓപ്ഷൻ ബി മാത്രമാണ് ശരി. ഗത്യന്തരം ഇല്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യശുദ്ധിയിലെ അടുത്ത ചോദ്യം നോക്കാം. ശരിയായ വാക്യം ഏത്? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവിടെയും, നമുക്ക് നോക്കാം. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു ഗ്രാമാറ്റിക്കലി ഒരു പൂർണ്ണത, ഒരു കറക്റ്റ് അല്ല ഈ സെന്റൻസ്. അതെന്തായിരിക്കും ഇത് ഇങ്ങനെ വരുന്ന? അതായത് നോക്കിക്കേ, കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേനെ. ഇവിടെ നോക്കുക, ഇത് രണ്ടും എൻഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഇവിടെ വാങ്ങാനും ഇവിടെ പ്രസംഗിക്കുകയും ചെയ്യാൻ. അത് രണ്ടും 2 രീതിയിലാണ് ആ വാക്കുകൾ എൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നു അതിന്റെ കൺസ്ട്രക്ഷൻ വരേണ്ടത്. ഒന്നെങ്കിൽ കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് പറഞ്ഞാലും ശരിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന ദോഷത്തെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്? സമുച്ചയ വികൽപ്പ നിപാത ദോഷം എന്ന് പറയും. എന്താണ്? സമുച്ചയ വികൽപ്പ നിപാതദോഷം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓ, ആലും, കൊണ്ടും ഇങ്ങനെ
ഇങ്ങനെ വരുന്ന ചില പദങ്ങളാണ്. അതായത് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളിപ്പോ ബസ്സിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് കൈയും തലയും പുറത്തിടരുത്. കൈയും തലയും പുറത്തിടരുത്. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം സെന്റൻസ് കറക്റ്റ് ആണല്ലേ. കണ്ടോ, രണ്ടും എൻഡ് ചെയ്തേക്കുന്നതിന് വെച്ചാണ് രണ്ടും എൻഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, കയ്യോ തലയോ പുറത്തിടരുത്. ഒരേ രീതിയിൽ അത് എൻഡ് ചെയ്യണം, അപ്പോഴാണ് ആ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. എന്നാൽ ഇങ്ങനെ നോക്കിക്കേ, കയ്യും തലയോ പുറത്തിടരുത്. ശരിയാണോ? അല്ല, അതാണ് സമുച്ചയ വികല്പ നിപാത ദോഷം. ഇനി വേറെ നോക്കാം, കയ്യും തലയോ അല്ലെങ്കിൽ കയ്യോ തലയും പുറത്തിടരുത്. ഇത് ഏത് പറഞ്ഞാലും എന്താണ് അവിടെ അത് സെന്റൻസ് വാക്യം തെറ്റാണ് അല്ലെ. അപ്പൊ ആ സമയങ്ങളിലെല്ലാം എന്ത് വരുന്നു? സമുച്ചയ വികല്പ നിപാത ദോഷം വരുന്നുണ്ട്. ഇനി വേറെ ഒരു ഈ ആലും കൊണ്ടും അത് വെച്ചും വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അദ്ദേഹം ലോകത്തെ ജയിച്ചു. ഇവിടെ എഴുതാം ആലും കൊണ്ടും. ഇതുപോലെ വരുന്ന വേറെ ഒരെണ്ണമാണ്, നമുക്കൊന്ന് ഞാൻ എഴുതി കാണിക്കാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അദ്ദേഹം ലോകത്തെ ജയിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കിക്കേ ഇവിടെ എന്റെ നോക്കിക്കേ, പ്രാർത്ഥനയാലും ഉപവാസത്താലും. കണ്ടോ, ഈ രണ്ട് വാക്കുകളും എന്റെ ചെയ്തേക്കുന്നത് എന്താ? ആലും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും അദ്ദേഹം ലോകത്തെ ജയിച്ചു. അപ്പൊ അവിടെയും ആ വാക്യം കംപ്ലീറ്റ് ആണ്, കറക്റ്റ് ആണ്, ശരിയാണ് അല്ലെ. എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസം കൊണ്ടും അദ്ദേഹം ലോകത്തെ ജയിച്ചു, അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. സമുച്ചയ വികല്പ നിപാത ദോഷമാണ് അവിടെ വന്നേക്കുന്നത്. അപ്പൊ ഒരേ രീതിയിൽ വേണം അവസാനിക്കാനായിട്ട്. അപ്പൊ ഓപ്ഷൻ എയിൽ അങ്ങനെയല്ല. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ, അത് തെറ്റാണ്. ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. കറക്റ്റ് അല്ലേ? രണ്ടും എന്റെ ചെയ്തേക്കുന്നത് നോക്കിക്കേ. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അപ്പൊ ഓപ്ഷൻ ബി ശരിയാണ്. അവിടെ ആ ഒരു വികല്പ നിപാത ദോഷം വന്നിട്ടില്ല. ഓപ്ഷൻ സി നോക്കാം. കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അവിടെയും തെറ്റല്ലേ? രണ്ട് രീതിയിലല്ലേ എൻഡിങ് വായിക്കുന്നത് നോക്കി. വാങ്ങുകയും പ്രസംഗിക്കാനും. അപ്പൊ അതും തെറ്റാണ്. അല്ലെ, കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. അപ്പൊ ഇതും ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി, കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അത് എൻഡ് ചെയ്യുന്നത് ഒരുപോലെ, പക്ഷെ മീനിങ് വൈസ് നോക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡിയും അപ്പോൾ തെറ്റാണ്. കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണത വരുന്നില്ല, ആ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതിലെ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക, ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. നാലാമത്തെ ചോദ്യം നോക്കാം. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു. അഹോരാത്രം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അഹോരാത്രം എന്ന് പറഞ്ഞാല് രാവും പകലും, അതാണ് അഹോരാത്രത്തിന്റെ മീനിങ്. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് ഈ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? രാപ്പകലില്ലാതെ രാവും പകലും പണിയെടുത്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വന്നു? ആവർത്തിച്ചു വന്നു. ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ആവർത്തിച്ചു വന്നു ആ സ്റ്റേറ്റ്മെന്റിൽ. അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ. പദപൗനരുക്ത്യം വന്നു ഇവിടെ അല്ലെ. രാപ്പകലില്ലാതെ അഹോരാത്രം രണ്ടും ഒരുമിച്ച് വേണ്ട. ബി നോക്കാം. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. കുഴപ്പമില്ല, ഈ സെന്റൻസ് കറക്റ്റ് ആണ് അല്ലെ. ഇനി ഓപ്ഷൻ സി നോക്കാം. അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു. അഹോരാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവും പകലും മുഴുവൻ ഉള്ളതിനെയാണ് നമ്മൾ അഹോരാത്രം എന്ന് പറയുന്നത്. അപ്പോ രാവും പകലും മുഴുവൻ പണിയെടുത്തു എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു എന്നതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. വീണ്ടും ഓപ്ഷൻ ഡി നോക്കിക്കേ. അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു. ഒന്നുകിൽ അയാൾ രാവും പകലും പണിയെടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ അയാൾ അഹോരാത്രം പണിയെടുത്തു എന്ന് പറയാം. രാവും പകലും അഹോരാത്രം പണിയെടുത്തു എന്ന് പറയേണ്ട കാര്യമില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. അവിടെയാണ് പദപൗനരുക്ത്യം ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതായത് ആവർത്തിച്ചുള്ള പദങ്ങളുടെ ഒരേ അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിച്ചു വരുന്നില്ല അവിടെ. അതാണ് അതിന്റെ ശരിയായിട്ട് നമ്മൾ എടുക്കാൻ കാരണം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്.
അടുത്ത നോക്കിക്കേ, വചനം എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എന്താണ് വചനം എന്നും ബഹുവചനം അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് പറയാം വചനം. എന്താ വചനം എന്ന് പറഞ്ഞാല്? വചനം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളൊരു വസ്തു എടുക്കുകയാണ്, ആ വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ നാമപദത്തിൽ വരുത്തുന്ന രൂപമാറ്റത്തെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വസ്തു എടുത്തു കഴിയുമ്പോൾ ആ വസ്തു ഒന്നാണോ അതോ ഒന്നിൽ കൂടുതലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ആ വസ്തുവിന്റെ ആ നാമപദത്തിൽ വരുത്തുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? വചനം എന്ന് പറയുന്നത്. അപ്പൊ വചനത്തെ തന്നെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഏകവചനം എന്നും തിരിക്കാം, അതുപോലെ ബഹുവചനം എന്നും പറയാം. ഏകവചനം, ബഹുവചനം. നമ്മൾ എടുക്കുന്ന വസ്തു ഒരെണ്ണാണോ ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? അത് ഏകവചനമായിരിക്കും. ബഹുവചനം എന്ന് പറഞ്ഞാലോ ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ അതിന് നമ്മൾ ബഹുവചനം എന്നും പറയും. അപ്പൊ വചനത്തെ ഏകവചനം എന്നും ബഹുവചനം എന്നും പറയാം. ഒന്നേ ഉള്ളൂ എങ്കിൽ ഏകവചനം എന്നും, ബഹുവചനം കുട്ടി എന്ന് പറയുന്നത് ഏകവചനവും കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചനവുമാണ്. ഇനി ബഹുവചനത്തെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. ബഹുവചനത്തെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? സലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, അതുപോലെ പൂജക ബഹുവചനം. മൂന്നായിട്ട് തിരിച്ചേക്കുകയാണ് ബഹുവചനത്തെ. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇനി സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് സ്ത്രീ പുരുഷ നപുംസക ലിംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു. അത് ഒന്നെങ്കിൽ ആ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു വസ്തുക്കളിൽ സ്ത്രീലിംഗത്തിൽ മാത്രമുള്ള ഒരു ഗ്യാങ് ആയിരിക്കും, അല്ലെങ്കിൽ പുരുഷ ലിംഗത്തിൽ മാത്രമുള്ള ഒരു ഗ്യാങ് ആയിരിക്കും. അതുമല്ല എങ്കിൽ നപുംസക ലിംഗം, അതാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത പദങ്ങളെയാണ് നമ്മൾ ലിംഗം, അതിനെയാണ് നമ്മൾ നപുംസക ലിംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സലിംഗ ബഹുവചനം എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണമാണ് പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താ? സ്ത്രീലിംഗത്തിൽപ്പെട്ട ഒരു കൂട്ടത്തെ, അവരുടെ ഒരു ബഹുത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്. കുറെ പെൺകുട്ടി, ഒരുപാട് ഒന്നിലധികം പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സലിംഗ ബഹുവചനം. അല്ല എങ്കിൽ എന്താ പറയാ? പുരുഷന്മാർ, പുരുഷലിംഗത്തിൽപ്പെട്ട കുറെ പേര് നിൽക്കുന്നു, അപ്പൊ അത് പുരുഷന്മാർ. അല്ലെങ്കിൽ മലകൾ, ഇവിടെ നപുംസക ലിംഗത്തിന്റെ ബഹുത്വത്തെയാണ് മലകൾ കാണിക്കുന്നത്. അതുപോലെ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ഭേദം കുറിക്കാത്ത അതിന്റെ ബഹുത്വത്തെയാണ് അത് കാണിക്കുന്നത്. അതായത് സ്ത്രീയും ഉണ്ടാവും അതില് പുരുഷനും ഉണ്ടാവും. അവരുടെ ഒരു ഗ്യാങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചെടുക്കാൻ പറ്റാതെ അവർ കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ ബഹുത്വത്തെയാണ് എന്ത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ശിശുക്കൾ. ഈ ശിശുക്കൾ എന്ന് പറയുമ്പോൾ അതില് ആൺകുട്ടികളുണ്ടാവാം, പെൺകുട്ടികളുണ്ടാവാം. അപ്പൊ അവര് ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മൊത്തമായിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ശിശുക്കൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളവയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങൾ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീകളുണ്ടാവാം, പുരുഷന്മാരുണ്ടാവാം. അപ്പോൾ അതിനെ ഒരുമിച്ച് ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒരുമിച്ച് എന്തെന്ന് പറയാം? ജനങ്ങൾ എന്ന് പറയാം. അടുത്തത് പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഏകവചനമാണ്. അത് നമ്മൾ ബഹുമാനം കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബഹുവചന രൂപമാണ് എന്ത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അത് രൂപം കൊണ്ട് എങ്ങനെയായിരിക്കും? ബഹുവചനമായിരിക്കും, പക്ഷെ അർത്ഥം കൊണ്ട് ഏകവചനവുമായിരിക്കും. അപ്പൊ ശരിക്കും പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയാണ് നമ്മൾ കാണിക്കുന്നത്, പക്ഷെ ബഹുമാന അർത്ഥത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ബഹുവചന രൂപത്തിലേക്ക് മാറുന്നു. അപ്പൊ രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമാണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പൂജക ബഹുവചനം. അതിന് എക്സാമ്പിൾ ആണ് വൈദ്യർ. വൈദ്യർ എന്ന് പറയുന്നത് ഒരാളെയാണ്, വൈദ്യൻ. വൈദ്യനെ നമ്മൾ ബഹുമാനാർത്ഥം പറയുന്നതാണ് എന്ത്? വൈദ്യർ. വൈദ്യർ എന്ന് പറഞ്ഞാൽ അതെന്തായി? പൂജക ബഹുവചനമായി. അതുപോലെ തന്നെ ഗുരുക്കൾ. ഗുരുക്കൾ പറയുമ്പോൾ നമുക്കത് ഒരുപാട് പേരുണ്ടെന്ന്, പക്ഷെ ഒരൊറ്റ വ്യക്തിയാണ് ഗുരുക്കൾ എന്ന് പറയുന്നത്. സ്വാമികൾ.
നമുക്കറിയാം ചട്ടമ്പി സ്വാമികൾ നമ്മൾ പറയാറുണ്ട്, ആ ഒരു വ്യക്തിയാണ് നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ സ്വാമികൾ എന്ന് പറയുന്നതും ആ ഒരു ഏക വ്യക്തിയാണ് കാണിക്കുന്നത്. പക്ഷെ ബഹുമാനാർത്ഥം നമ്മളത് ബഹുവചന രൂപത്തിന്റെ ഇതില് പൂജക ബഹുവചനമായിട്ട് പറഞ്ഞു പോരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് ഒന്ന് വരാം. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? മാരാർ, അവർ, ധീരർ, ചിലർ. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് മാരാറാണ്. മാരാർ എന്ന് പറയുന്നതാണ്, അത് പൂജക ബഹുവചനമാണ്. ബാക്കിയുള്ളതൊന്നും നോക്കിക്കേ. അവർ എന്ന് പറയുമ്പോ എന്താ? ഒരാളല്ല, ഒന്നിലധികമുണ്ട്. അപ്പൊ അവർ എന്നത് എന്താ? ബഹുവചന രൂപമാണ്. ചിലറും എന്താണ്? ബഹുവചന രൂപമാണ്. ധീരരായിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂട്ടത്തെയാണല്ലോ ധീരർ എന്ന് പറയുന്നത്. അപ്പൊ അത് മൂന്നും എന്താണ്? ബഹുവചന രൂപമാണ്. അപ്പൊ മാരാറാണ് ഇതിലെ ബഹുവചന രൂപം അല്ലാത്ത പദം. അതായത് ഏകവചനമാണെങ്കിലും ബഹുവചനം പോലെ അത് യൂസ് ചെയ്യുന്ന പൂജക ബഹുവചനമാണ്. പക്ഷെ അതെന്താണ്? ഏകവചനമാണ്. അതുകൊണ്ടാണ് അത് അവിടെ ആൻസർ വന്നത്, മാരാറായത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുമായിട്ട് പൂജക ബഹുവചനത്തിൽ ഇനി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? കുട്ടികൾ, സ്ത്രീകൾ, ഗുരുക്കൾ, പുരുഷന്മാർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, കുട്ടികൾ എന്ന് പറയുന്നത് എന്താ? ഒരു ബഹുവചനമാണ്. അത് ആൺകുട്ടികളും ഉണ്ടാവും, പെൺകുട്ടികളും അതിൻ്റെ അകത്തുണ്ടാവും. ഏതാ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഇത് ഏതാണ്? ഇത് അലിംഗ ബഹുവചനമാണ് അല്ലെ. ഇത് അലിംഗ ബഹുവചനമാണ്. ഇനി സ്ത്രീകൾ എന്ന് പറയുമ്പോഴോ? സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം, അത് സ്ത്രീലിംഗമാണ്. ഏത് ഗണത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സലിംഗ ബഹുവചനം എന്നാണ്. ആ സ്ത്രീകൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പോൾ സലിംഗ ബഹുവചനമാണ്. ഇനി ഗുരുക്കൾ എന്ന് പറയുന്നത് ഏതാണ്? പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പൂജക ബഹുവചനമാണ് ഗുരുക്കൾ. കാരണം ഒരു സിംഗിൾ വ്യക്തിയാണ് അത് കാണിക്കുന്നത്. പക്ഷെ ബഹുമാനാർത്ഥം നമ്മൾ എന്തെന്ന് പറയുന്നു? ബഹുമാനാർത്ഥം നമ്മൾ അവിടെ ഗുരുക്കൾ എന്ന ബഹുവചന രൂപം കൊടുത്താണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഗുരുക്കൾ എന്നതാണ് പൂജക ബഹുവചനം. അതുപോലെ പുരുഷന്മാർ എന്ന് പറയുന്നതിൽ നമുക്കത് മനസ്സിലാക്കാം. പുരുഷ ഇതിൽപ്പെട്ട ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതും എന്താണ്? സലിംഗ ബഹുവചനമാണ്. മനസ്സിലായോ? ഇത് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്ന് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് അലിംഗ ബഹുവചനത്തിലേക്ക് പോയി. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം, ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പുരുഷൻ വർഗത്തിലാണോ സ്ത്രീ വർഗത്തിലാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അത് സലിംഗ ബഹുവചനത്തിലേക്ക് പോയി. അതുപോലെ പുരുഷന്മാരും നമുക്ക് സ്ത്രീ പുരുഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതും സലിംഗ ബഹുവചനമാണ്. അപ്പൊ ഈ ഗുരുക്കൾ എന്ന് പറയുന്നതാണ് ഇവിടെ പൂജക ബഹുവചനം. അടുത്ത ചോദ്യം നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം: താങ്കൾ, കുട്ടികൾ, മിടുക്കർ, വിദ്യാർത്ഥികൾ. നമുക്കറിയാം താങ്കൾ എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെ. അപ്പോൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കളാണ്. ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികൾ എന്ന് പറയുന്നത് ആണും പെണ്ണും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആ ഗ്രൂപ്പിലുള്ളതെന്ന് പറയാം. എല്ലാവരും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? അലിംഗ ബഹുവചനമാണ്. എഗെയിൻ മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മിടുക്കികളും ഉണ്ടാവും, മിടുക്കന്മാരും ഉണ്ടാവും. രണ്ടുപേരുടെയും കൂടെ ഗ്രൂപ്പിനെ ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്? മിടുക്കർ. അപ്പൊ അതിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് ആ ഗ്രൂപ്പിലുള്ളത് എന്ന്. അപ്പൊ അതിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു? അലിംഗ ബഹുവചനം എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവിടെയോ വിദ്യാർത്ഥികളും ഉണ്ടാവും, ആൺകുട്ടികളും പെൺകുട്ടികളും അതിൻ്റെ അകത്തുണ്ടാവും, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് അവരെ പറയുന്നത്. അപ്പൊ ഇതും എന്താണ്? അലിംഗ ബഹുവചനമാണ്. അപ്പൊ ഇത് മൂന്നും അലിംഗ ബഹുവചനമാണ്. താങ്കൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അവകൾ, അത്, അതുകൾ, അപ്പോൾ. ഇതെല്ലാം PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓപ്ഷൻസും അത് തന്നെയാണ് ഞാൻ എടുത്തു കൊടുത്തേക്കുന്നത്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ നോക്കാം. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം. അവ എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് എണ്ണത്തിനെ സൂചിപ്പിച്ച് നമ്മൾ ചൂണ്ടി പറയുന്ന എന്തെങ്കിലും അവ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏകവചന രൂപം ഏതാ ചോദിച്ചേക്കുന്നത്? അവകൾ എന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ അത് തെറ്റാണ്. അവ എന്നതില് സിംഗുലറിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? അത് ശരിയാണല്ലേ. അതുകൾ അങ്ങനെ നമ്മൾ പറയാറില്ല. അപ്പോൾ എന്നത് അവ എന്നുമായിട്ടൊരു കണക്ഷനും ഇല്ല. അപ്പോ അവ എന്നതിന്റെ ഏകവചന രൂപമാണ് എന്ത്?
അത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അവ എന്നതിന്റെ ഏകവചന രൂപമാണെന്ത്? അത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? നോക്കിക്കേ, അധ്യാപകന്മാർ. അധ്യാപകന്മാർ എന്നാൽ എന്താണ്? അധ്യാപകരുടെ ഗണത്തിലെ പുരുഷ വിഭാഗത്തെ കാണിക്കുന്നതാണ് അധ്യാപകന്മാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതില് ഏത് വിഭാഗമാണ് അതിൽ വരുന്നത് നമുക്ക് തിരിച്ചറിയാം. സ്ത്രീ വിഭാഗമാണോ പുരുഷ വിഭാഗമാണോ വരുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സലിംഗ ബഹുവചനം. ഇതേതിലാണ്? സലിംഗ ബഹുവചനം. ഇനി സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്നത് എങ്ങനെയാ? പൂജക ബഹുവചനമാണത്, അല്ലെ? ഒരാളെ ബഹുമാനാർത്ഥം നമ്മൾ പറയുന്നതാണ് സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പൊ പൂജക ബഹുവചനമാണ് എന്ത്? സ്വാമികൾ. വേലക്കാർ. നോക്കിക്കേ, വേലക്കാർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പില് വേലക്കാരും വേലക്കാരികളും എല്ലാവരും ഉണ്ട്. വേലക്കാരന്മാരും വേലക്കാരികളും എല്ലാം ഉണ്ട്. പുരുഷ വിഭാഗവും സ്ത്രീ വിഭാഗവും ഉൾപ്പെടുന്ന ഒരു ഗണമാണെന്ത്? വേലക്കാർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിനെയും നമുക്ക് ഏതാണ് അതിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഔട്ട്സൈഡിൽ നിന്നൊരു വ്യൂ ആണ്. വേലക്കാർ എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണ് അത്. അപ്പൊ അതിൽ രണ്ടും ഉൾപ്പെടാം. അപ്പൊ ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നു? അലിംഗ ബഹുവചനം എന്നാണ്. വേലക്കാർ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനമാണ്. അടുത്തത് മരങ്ങൾ. മരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. നപുംസക ലിംഗമാണ് മരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നപുംസക ലിംഗങ്ങളും വരുന്നത് ഏതിലാണ്? അലിംഗ ബഹുവചനത്തിലാണ് മരങ്ങളും വരുന്നത്. അപ്പൊ ഇതും അലിംഗ ബഹുവചനമാണ്. അപ്പൊ സ്വാമികൾ എന്നുള്ളതാണ് പൂജക ബഹുവചനം. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം നോക്കാം. ഭടന്മാർ. ഭടന്മാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണല്ലേ? ഭടന്മാരുടെ ഒരുപാട് ഭടൻ, ഒത്തിരി ഭടൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭടന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സലിംഗ ബഹുവചനമാണ്. സലിംഗ ബഹുവചനം. ഗുരുപാദർ. ഗുരുപാദർ എന്ന് പറയുന്നത് എന്താ? ബഹുമാനാർത്ഥമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് പൂജക ബഹുവചനമാണ്. അടുത്തത് നോക്കാം. അധ്യാപികമാർ. അധ്യാപകരുടെ ഒരു ഗണത്തിലെ സ്ത്രീ വിഭാഗത്തെ മാത്രം പോയിന്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഇതിൽ അധ്യാപികമാർ എന്നാണ് പറയുന്നത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അത് ഏത് വിഭാഗമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അധ്യാപികമാരാണ് സ്ത്രീലിംഗ വിഭാഗത്തിൽ, സ്ത്രീവചന വിഭാഗത്തിൽ പെടുന്ന ഭാഗമാണ്. അപ്പൊ ഇതിൽ നമുക്ക് അത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് ഇത് സലിംഗ ബഹുവചനമാണ്. സലിംഗ ബഹുവചനം. മിടുക്കന്മാർ. മിടുക്കന്മാർ എന്ന് പറയുമ്പോൾ അതിലെന്താണ്? ആൺകുട്ടികളെയാണ് പറഞ്ഞേക്കുന്നത്. അവർ മിടുക്കന്മാരാണ്. അപ്പൊ ആ ഒരു ഗ്യാങ് എന്ന് പറയുന്ന പുരുഷ വിഭാഗത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് വിഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ട് അത് ഏതിൽ വരും? സലിംഗ ബഹുവചനം. അപ്പൊ ഇതില് പൂജക ബഹുവചനം ഏതാണ്? ഗുരുപാദർ എന്നുള്ളതാണ് പൂജക ബഹുവചനം. മനസ്സിലായി എന്ന് കരുതുന്നു. വചനം എന്ന ഭാഗം ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞതാണ്. എല്ലാവർക്കും മനസ്സിലായോ എന്നുള്ള കാര്യം ഒന്ന് പറയാം. മനസ്സിലായെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അതൊന്ന് നിങ്ങൾ പറയണം. എങ്കിലാണ് എനിക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെന്നുള്ള കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതിയിൽ ജനിച്ചവൻ, പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ, പാർവതി ജായയായിട്ടുള്ളവൻ, ഡി പാർവതി ജനകനായിട്ടുള്ളവൻ. ഇപ്പൊ ജാനി, ജാനി എന്ന് പറഞ്ഞാല് ദേവപുത്രൻ അല്ലെങ്കിൽ ദേവപുത്രി, അങ്ങനെ ഒരു അർത്ഥമാണ് ജാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർവതി ജാനി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ മകൻ അല്ലെങ്കിൽ മകൾ ആരോ അവൻ. ബഹുവീഹ്രി സമാസമാണ് ഇവിടെ വരുന്നത്. അപ്പൊ പാർവതി ജാനി എന്ന് പറഞ്ഞാൽ പാർവതിയിൽ നിന്ന് ജനിച്ചവൻ ആരോ അവൻ അല്ലെങ്കിൽ അവൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർവതിയിൽ ജനിച്ചവൻ അതൊരു തെറ്റായ രീതിയിലാണ് അതിനെ ഘടകപദങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത് എന്താ? പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ. ജനനി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ എന്നാണ് ജനനി എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെ? ഇവിടെ എഴുതാം. ജനനി എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മയാണ്. അപ്പൊ ഈ പദത്തിന് പാർവതി ജാനി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ മകൻ അല്ലെങ്കിൽ മകൾ ആരോ അവൻ, അതാണ് പാർവതി ജാനി. അപ്പൊ പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ എന്ന് പറഞ്ഞാൽ എന്താ? പാർവതിയുടെ അമ്മയായിട്ടുള്ളവൾ. അത് തെറ്റാണ്. അങ്ങനെയല്ല അതിനെ ഘടകപദങ്ങളായിട്ട് വേർതിരിക്കുന്നത്. അടുത്തത് പാർവതി ജായയായിട്ടുള്ളവൻ. ജായ എന്ന് പറഞ്ഞാലും ആരാണ്? ജായ എന്ന് പറഞ്ഞാലും മാതാവ് എന്ന് തന്നെയാണ് അർത്ഥം.
അപ്പൊ പാർവതി ജാനി എന്ന് പറഞ്ഞാല് പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതി മാതാവായിട്ടുള്ളവൻ ആരോ അവനാണ് പാർവതി ജാനി. അപ്പൊ ഓപ്ഷൻ സി ശരിയാണ്. പാർവതിയാണ്. പാർവതി ജാനി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ മകൻ ഓർ മകൾ, അതാണ് പാർവതി ജാനി. ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതി മാതാവായിട്ടുള്ളവൻ ആരോ അവൻ. ബഹുവീഹ്രി സമാസമാണ് കേട്ടോ അത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ഡിയും കൂടെ നോക്കാം. പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ. ജനകൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവ്. പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ, പാർവതിയുടെ പിതാവായിട്ടുള്ളവനെയാണോ പാർവതി ജാനി എന്ന് പറയുന്നത്? അല്ല, പാർവതിയുടെ മകനോ മകളോ ആയിട്ടുള്ളവനെയാണ് നമ്മൾ പാർവതി ജാനി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പാർവതി ജായയായിട്ടുള്ളവൻ, ജായ എന്ന് പറഞ്ഞാൽ മാതാവ്, പാർവതി മാതാവായിട്ടുള്ളവൻ ആരോ അവനാണ് പാർവതി ജാനി. 97ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണി മുതൽ പാദം വരെ, പാണിയും പാദവും, പാണിയുടെ പാദം, പാണിയിൽ പാദം. പാണി എന്ന് പറഞ്ഞാൽ എന്താ? പാണി എന്ന് പറഞ്ഞാൽ കൈയാണ് അല്ലെ? പാണി എന്ന് പറഞ്ഞാൽ കൈയാണ്. പാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദം. അപ്പം പാണി പാദം എന്ന് പറഞ്ഞാൽ എന്താ? കൈയും കാലും. ഒരുമിച്ച് പറയുമ്പോൾ കൈയും കാലും ആണല്ലോ. പാണി മുതൽ പാദം വരെ, അത് തെറ്റാണ്. പാണിയും പാദവും, അത് ശരിയാണ്. പാണി പാദം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? പാണിയും പാദവും. പാണിയുടെ പാദം, അത് തെറ്റാണ് അല്ലെ? പാണിയിൽ പാദം, അതും തെറ്റാണ്. അപ്പൊ പാണി പാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പാണിയും പാദവും, പാണിയും പാദവും. രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്, ദ്വന്ദ്വ സമാസമാണ്. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. പാണി പാദം എന്ന് പറഞ്ഞാൽ പാണിയും പാദവും. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഭയാശങ്കകൾ. ഭയാശങ്കകൾ എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം? ഭയത്താലുള്ള ആശങ്ക ആണോ? അല്ല. ഭയമോ ആശങ്കയോ? അതുമല്ല. ഭയത്തിൽ നിന്നുള്ള ആശങ്ക, അതുമല്ല. ഭയവും ആശങ്കയും. ഇവിടെയും രണ്ട് പദത്തിനും തുല്യ പ്രാധാന്യമാണ്. ഭയവും ഉണ്ട്, ആശങ്കയും ഉണ്ട്. അപ്പോ ഓപ്ഷൻ ഡി ആണ്. ഭയവും ആശങ്കയും എന്നതാണ് ഇതിനെ ശരിയായിട്ട് വിഗ്രഹിക്കുന്ന രൂപം. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഇത് ഓപ്ഷൻ ഡി ആണ്, ഭയവും ആശങ്കയും. അടുത്തത് നോക്കാം. സുഹൃതാമൃതം. സുഹൃതാമൃതം എന്ന് പറഞ്ഞാല് ചാടിക്കറി നമുക്ക് തോന്നും സുഹൃതവും അമൃതവുമാണെന്ന്. അങ്ങനെയല്ല, അത് തെറ്റാണ്. ഓപ്ഷൻ എ തെറ്റാണ് കേട്ടോ. സുഹൃതാമൃതം എന്ന് പറഞ്ഞാല് സുഹൃതത്തിന്റെ അമൃതം അല്ല, അത് തെറ്റാണ്. സുഹൃതമാകുന്ന അമൃതം, സുഹൃതമാകുന്ന അമൃതം എന്നാണ് സുഹൃതാമൃതത്തിനെ ഘടകപദങ്ങളായിട്ട് വേർതിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. സുഹൃതാമൃതം എന്നാൽ സുഹൃതമാകുന്ന അമൃതം. സുഹൃതമോ അമൃതമോ തെറ്റാണ്. സുഹൃതാമൃതം എന്ന് പറഞ്ഞാൽ സുഹൃതമാകുന്ന അമൃതം. സി ആണ് ഇതിന്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം നോക്കാം. വേൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം. വേൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം വെയിലിന്റെ നാളം. വെയിലിന്റെ നാളം എന്നാണ്, അതിനാണല്ലോ നമ്മൾ വെയിൽ നാളം എന്ന് പറയുന്നത്. വെയിലാലുള്ള നാളമല്ല, വെയിലിലുള്ള നാളമല്ല, വെയിൽ കൊണ്ടുള്ള നാളമല്ല, വെയിലിന്റെ നാളത്തിനെയാണ് നമ്മൾ വെയിൽ നാളം എന്ന് പറയുന്നത്. അപ്പൊ വെയിൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപമാണെന്ത്? വെയിലിന്റെ നാളം. അടുത്ത ചോദ്യം നോക്കാം. പാദധൂളി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. പാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാൽപാദം അല്ലെ? പാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദത്തിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ധൂളി എന്ന് പറഞ്ഞാലോ? ധൂളി എന്ന് പറഞ്ഞാൽ പൊടി, അതാണ് ധൂളി എന്ന് പറയുന്നത് അർത്ഥമാകുന്നത്. ധൂളി പൊടി. അപ്പൊ കാൽപാദത്തിലെ നമ്മുടെ പാദത്തിലെ പൊടിയെയാണ് നമ്മൾ പാദധൂളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാദധൂളി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പാദത്തിലെ ധൂളി, ശരിയല്ലേ? പാദത്തിൽ പറ്റിയിരിക്കുന്ന ധൂളിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാദധൂളി എന്ന് പറയുന്നത്. പാദമാകുന്ന ധൂളി, അത് തെറ്റല്ലേ? കാൽപാദമാകുന്ന പൊടി, അങ്ങനെ നമ്മൾ പറയോ? ഇല്ല. പാദവും ധൂളിയും, അങ്ങനെ ഒരു അർത്ഥം അതിന് വരുന്നില്ല. പാദധൂളികൾ, അതും തെറ്റാണ്. പാദധൂളി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എങ്ങനെയാണ്? പാദത്തിലെ ധൂളി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി 98ാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 98ാമത്തെ ചോദ്യമാണ്. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. ഉള്ളിൽ വിദ്വേഷവും പുറമെ അനുകമ്പയും പ്രകടിപ്പിക്കുക, അതല്ല സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം. വലിയവരെ പിന്താങ്ങുക, അതുമല്ല.
അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. അതാണ് സർപ്പന്യായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സർപ്പന്യായം അധിക്ഷേപിച്ച് പറയുക എന്നുള്ളതുമല്ല. അപ്പൊ സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. അപ്പൊ സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ഇനി ഇതുപോലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ശൈലികളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൂപം, കൂപം എന്ന് പറഞ്ഞാൽ എന്താ? കൂപം കിണർ. കൂപം എന്ന് വെച്ചാൽ എന്താണ്? കിണറാണ്. അതുപോലെ മണ്ഡൂകം, മണ്ഡൂകം എന്ന് പറഞ്ഞാൽ എന്താ? തവള. ഇപ്പൊ കൂപമണ്ഡൂകത്തിന്റെ അർത്ഥം കാണുമല്ലോ, മനസ്സിലായി കാണുമല്ലോ. നമ്മൾ പറയാറുണ്ടല്ലേ കിണറ്റിലെ തവള. എന്താ കിണറ്റിലെ തവള എന്ന് പറഞ്ഞാല്? ഒരു കിണർ, ആ കിണറിന്റെ അകത്ത് കിടക്കുന്ന ഈ തവളയ്ക്ക് പുറം ലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവന്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു കിണറിന്റെ ഉള്ളിലാണ് ആ തവളയുടെ ലോകം മുഴുവൻ. അപ്പൊ പുറം ലോകവുമായിട്ട് ഒരു വിവരവും ഇല്ലാത്തവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കിണറ്റിലെ തവള എന്ന് പറയുന്നത്. അതായത് കൂപമണ്ഡൂകം എന്ന് പറയുന്നത് എന്താണ്? ലോകവിവരമില്ലാത്തവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൂപമണ്ഡൂകം. അപ്പൊ കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോകവിവരം ഇല്ലാത്തവൻ. അടുത്ത ചോദ്യം, ഓലപ്പാമ്പ് കാട്ടുക. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സന്തോഷം അറിയിക്കുക എന്നുള്ളത് അല്ല. സഹായിക്കുക, ഓലപ്പാമ്പ് കാട്ടി സഹായിക്കുവരെങ്കിലും ഇല്ല, അതും അതിന്റെ അർത്ഥമല്ല. സ്നേഹം നടിക്കുക, സ്നേഹം നടിക്കുമ്പോൾ ആരെങ്കിലും ഓലപ്പാമ്പിനെ കാട്ടാറുണ്ടോ? ഇല്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാകാം ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത്. അപ്പൊ ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഭീഷണിപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. കൈയാടിയെങ്കിലേ വായാടൂ. അതായത് കൈകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലാണ് നമ്മുടെ വായാടുക എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മുടെ കൈ, നമ്മൾ അത്രയും എഫേർട്ട് ചെയ്താലാണ്, എന്തെങ്കിലും ജോലി ചെയ്താലാണ് നമുക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലാനായിട്ട് നമുക്കൊരു വക ഉണ്ടാവുള്ളൂ. അതാണ് ആ ശൈലിയുടെ അർത്ഥം. അത് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇനി ഓപ്ഷനിൽ നമുക്ക് നോക്കാം. കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം, അങ്ങനെയല്ല അല്ലെ? കൈയാടിയെങ്കിലേ വായാടൂ എന്ന് പറയുന്നതുകൊണ്ട് ആ ഒരു മീനിങ് വരുന്നില്ല. കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതല്ല. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകും. ശരിയല്ലേ? കൈകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലാണ് നമ്മുടെ വായിലേക്ക് എന്തെങ്കിലും ചെല്ലാനായിട്ട്, ഉപജീവനത്തിന് എന്തെങ്കിലും വഴി ഉണ്ടാകൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടുമോ? അത് തെറ്റാണ്. ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ, അതും അങ്ങനെ ഒരു അർത്ഥവും അതിനില്ല. അപ്പൊ കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്താണ്? പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അതാണ് ഈ ശൈലിയുടെ അർത്ഥം. അടുത്ത നോക്കിക്കേ, അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചേക്കാം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഉള്ളിലും പുറത്തും വിരോധം, ഉള്ളിലും പുറത്തും സ്നേഹം, ഉള്ളിൽ സ്നേഹവും പുറമേ വിരോധവും, ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. എന്നിട്ട് ഓപ്ഷൻസ് തന്നേക്കാണ്. ഇത് നമ്മൾ ഇങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തന്നേക്കാണ്. 4 ഓപ്ഷൻ തന്നേക്കാണ്. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ഇത് ചെയ്താണ് നമ്മുടെ ഓപ്ഷൻ ABCD ഓപ്ഷൻ വന്നേക്കുന്നത്. സന്ദർഭ വ്യത്യാസം അനുസരിച്ച് 1ഉം 2ഉം ശരിയാകാം. സന്ദർഭ വ്യത്യാസം അനുസരിച്ച് 3ഉം 4ഉം ശരിയാകാം. 3 മാത്രം ശരിയാണ്, 4 മാത്രം ശരിയാണ്. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. ഉള്ളില് ഒരുപാട് ദേഷ്യമായിരിക്കും, പക്ഷെ പുറത്ത് ഭയങ്കര സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആ ടൈപ്പ് ഓഫ് ആളുകളെ പറയുന്നതാണ് അകത്തു കത്തിയും പുറത്തു പത്തിയും. അപ്പൊ ഇതിന്റെ 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അടുത്ത ശൈലി എന്ന് പറയുന്നത് ഏട്ടിലെ പശു. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് പ്രയോജനമില്ലാത്ത വസ്തു. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാല് പ്രയോജനമില്ലാത്ത വസ്തു എന്നാണ് ആ ശൈലിയുടെ അർത്ഥം. ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു. നമ്മളിങ്ങനെ ശൈലിയും അതിന്റെ അർത്ഥം 2 പ്രാവശ്യം ഇങ്ങനെ മിക്കതിന്റെയും അർത്ഥം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. എന്നാൽ ചിലത് ഇങ്ങനെ നമ്മൾ 2 തവണ പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ നമുക്ക് പറയാനും പറ്റും. അപ്പൊ ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു. അടുത്തത് 99ാമത്തെ ചോദ്യം, പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? പ്രമാനം, പ്രമനം, പ്രാമാണം, പ്രമാണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രമാണം. പ്ര പ്ലസ് മാനം എന്താണ് വരുന്നത്? പ്രമാണം എന്നാണ് വരുന്നത്. ഇനി മുൻകാല ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം.
ചേർത്തെഴുതുക. ദു വിസർഗ ചിഹ്നം അധികം ജനം. ദുജനം, ദുജനം, ദുർജനം, ദുർജനം. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ദു വിസർഗ ചിഹ്നം അധികം ജനം എന്ന് പറയുമ്പോൾ ദുർജനം എന്നാണ് ഉത്തരം. ഓപ്ഷൻ സി. കൽ പ്ലസ് മതിൽ, ഇത് ചേർത്തെഴുതുമ്പോ ഈ ഇൽ ചിഹ്നം മാറി ഇവിടെ ഇൻ വരും. അപ്പൊ ഇതെങ്ങനെയാവും? കന്മതിൽ. കൽ പ്ലസ് മതിൽ, കന്മതിൽ എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ്. മാ അവിടെ തന്നെ നിൽക്കും, ഇൽ പോയി ഇൻ വരും. ആദേശസന്ധിയാണിത്. അപ്പോ കൽ പ്ലസ് മതിൽ ചേരുമ്പോ എന്താവും? കന്മതിൽ. അടുത്തത് നോക്കാം. വിൺ പ്ലസ് തലം, ഇത് PSC ഒരുപാട് തവണ, എത്ര തവണ നമുക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വിൺ പ്ലസ് തലം. വിൺ പ്ലസ് തലം ചേർത്തെഴുതുമ്പോ എന്താവും? വിണ്ടലം. ഓപ്ഷൻ ബി, വിൺ പ്ലസ് തലം. വിൺ പ്ലസ് തലം എന്ന് പറഞ്ഞാല് എന്താവും? വിണ്ടലം എന്നാണ് വരുന്നത്. ഇവിടെയും ആദേശസന്ധിയാണ്. ഈ താ പോയി ഇവിടെ ടാ വരും. ഒന്ന് പോയി മറ്റൊന്ന് വരും, അതാണ് ആദേശസന്ധി. അപ്പൊ വിൺ പ്ലസ് തലം, വിണ്ടലം. ഞാൻ ആദ്യം ഒരു കോഡ് പറഞ്ഞു, ഓർത്തെടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് നമ്മളിങ്ങനെ പിരിച്ചെഴുതി കഴിയുമ്പോൾ ഈ അധിക ചിഹ്നത്തിന്റെ ഇടതുവശത്ത് ഇവിടെ ചില്ലക്ഷരവും അധിക ചിഹ്നത്തിന്റെ വലതുവശത്ത് വ്യഞ്ജനാക്ഷരങ്ങളുമാണ് എങ്കിൽ സന്ധി ഏതായിരിക്കും? ആദേശസന്ധി ആയിരിക്കും. അപ്പൊ ഇവിടെ അതെങ്ങനെയല്ലേ? അധിക ചിഹ്നത്തിന്റെ ഇടതുവശത്ത് എന്താണ്? ഇൺ എന്ന ചില്ലക്ഷരവും വലതുവശത്ത് താ എന്ന വ്യഞ്ജനാക്ഷരവും വന്നിരിക്കുന്നു. അപ്പൊ സന്ധി ഏതാണ്? ആദേശ സന്ധി ആയിരിക്കും. അപ്പൊ വിൺ പ്ലസ് തലം ചേർത്തെഴുതിയാൽ വിണ്ടലം. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ശരത് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോ എങ്ങനെ വരും? ശരത് ചന്ദ്രൻ. ശരത് ചന്ദ്രൻ. ച ഇരട്ടിച്ചിട്ടുള്ള രൂപത്തിലാണ് വരുന്നത്. ത് പ്ലസ് ച വരുമ്പോ ത് പ്ലസ് ച വന്നാല് ഛ ആവും. അപ്പൊ ശരത് പ്ലസ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശരത് ചന്ദ്രൻ ആണ്. ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ. ഇ പ്ലസ് അൾ എന്ന് പറയുന്നത് ഇതൾ, ഇവൾ, ഇത്, ഇയാൾ. ഇതിൽ ഏതാ വരുന്നത്? ഇ പ്ലസ് അൾ എന്ന് പറഞ്ഞാല് ഇവൾ. അപ്പോ ഇ പ്ലസ് അൾ എന്താ? ഇവൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ പ്ലസ് അൻ എന്തായിരിക്കും? ഇവൻ. അതുപോലെ ആ പ്ലസ് അന്നോ, അത് നമ്മൾ കുറച്ചു മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു. ആ പ്ലസ് അൻ അവൻ. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തുടക്കം തന്നെ ഒടുക്കവും ആയി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? തുടക്കം തന്നെ ഒടുക്കവും. കുലപഴുക്കുമ്പോൾ സംക്രാന്തി, അങ്ങനെ ഒരു അർത്ഥം അതിന് വരുന്നില്ല അല്ലെ. വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും, അതും ആ ഒരു മീനിങ് വരുന്നില്ല. കന്നി പറക്കലും കടലാട്ടവും ഒരുമിച്ച്, അതാണ് തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥ. കന്നി പറക്കലും കടലാട്ടവും ഒരുമിച്ച്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ് ഏത്? കന്നി പറക്കലും കടലാട്ടവും ഒരുമിച്ച്. അതുമായിട്ട് ഇനി PSC ചോദിച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകൾ നമുക്ക് നോക്കാം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? അതായത് ഓരോ കാലം മാറി മാറി വരുന്നതനുസരിച്ചും അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കുന്നിനെ കയം കാണിക്കരുത്. കയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജലാശയത്തിലെ ആഴമേറിയ ഭാഗത്തിനാണ് നമ്മൾ കയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുന്നിനെ കയം കാണിക്കരുത്, അതിന് ഈ ഒരു അർത്ഥം വരുന്നില്ല അല്ലെ. നിത്യാഭ്യാസി ആനയെ എടുക്കും, അതും ഈ ഒരു അർത്ഥം അല്ല വരുന്നത്. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞാൽ ബൈ പ്രാക്ടീസ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നൊരു മീനിങ് ആണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, നമുക്ക് എല്ലാം പുറമേ നമുക്ക് തോന്നുന്നത് ഗ്ലിറ്റർ ആയിട്ട് തോന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അതുമല്ല. നാടോടുമ്പോൾ നടുവേ ഓടണം, അതായത് കാലത്തിനനുസരിച്ച് ജീവിക്കണം. എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളും മാറണം. അതാണ് കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സൂചന നൽകുന്ന പഴഞ്ചൊല്ലാണ് എന്ത്? നാടോടുമ്പോൾ നടുവേ ഓടണം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും, ഇരുമ്പും വിദ്യയും ഇരിക്കേക്കെടും, നിറകുടം തുളുമ്പില്ല, കോരിയ കിണറ്റിലെ ഉറവുള്ളൂ.
എന്താ ചോദിച്ചേക്കുന്നത്? ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും. നമ്മുടെ കയ്യിൽ കുറച്ച് അറിവുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പോകെ പോകെ അത് നമുക്ക് കൈമോശം വന്നു പോകും. നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും, അത് അങ്ങനെ ഒരു അർത്ഥം നമുക്ക് തരുന്നില്ല. ഇരുമ്പും വിദ്യയും ഇരിക്കേ കെടും, അതായത് ഇരുമ്പും നമ്മൾ ഉപയോഗിക്കാണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ എന്താവും? തുരുമ്പ് പിടിച്ചു പോകും അല്ലെ? വിദ്യ അതുപോലെ തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ വിദ്യ ഉപയോഗിക്കുന്തോറും വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്തോറും നമുക്ക് കൂടുന്ന ഒന്നാണ് വിദ്യ. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് അത് കൂടുതൽ അത് മെച്ചപ്പെട്ടു വരും. അപ്പൊ ഇത് ഇരിക്കെ എന്ത് കെട്ടുപോകുന്നതാണ് പറയുന്നത്. അത് ഉപയോഗിക്കാതിരുന്നാൽ അത് നശിച്ചു പോകുന്നു. അപ്പൊ ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും, ഇതാണ് നമ്മുടെ ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും. അടുത്ത ചോദ്യം, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം എന്ത്? എന്താ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം? കൊച്ചിയുടെ മാഹാത്മ്യം, കൊല്ലത്തിന്റെ വൈശിഷ്ട്യം, സമയദോഷം, കാഴ്ചയുടെ കുറവ്. 4 ഓപ്ഷനിൽ നമുക്ക് ക്ലിയർ ആണ്. കൊച്ചിയുടെ മാഹാത്മ്യത്തെ കാണിക്കുന്ന ചൊല്ലാണ് എന്ത്? കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. 4-മത്തെ, ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൈ കൊടുക്കുക, ദാനം ചെയ്യുക, പരീക്ഷിക്കുക, കലാശം ചവിട്ടുക. ഓപ്ഷൻ സി, പരീക്ഷിക്കുക എന്നാണ്. ഒരു കൈ നോക്കുക, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ ഞാനൊരു കൈ നോക്കട്ടെ, ഞാനതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്നൊരർത്ഥമാണ് ഈ ഒരു കൈ നോക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കൈ നോക്കുക എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? പരീക്ഷിക്കുക. 4-മത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒരു കൈ നോക്കുക, പരീക്ഷിക്കുക. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം. പടി കടത്തുക എന്ന് പറഞ്ഞാൽ സേവ പറയുക, അകത്താക്കുക, പുറത്താക്കുക, കണ്ടില്ലെന്ന് വെക്കുക. ഏതാണ് പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം? പുറത്താക്കുക. ഓപ്ഷൻ സി, പടി കടത്തുക, പുറത്താക്കുക എന്നതാണ് ആ ശൈലിയുടെ അർത്ഥം. പടി കടത്തുക, പുറത്താക്കുക. അപ്പോ ഇതുവരെ നമ്മള് ആ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫേസ് 1 ചോദിച്ച മലയാളം ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 5ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓരോന്നിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോൾ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മുടെ ക്ലാസ്സിന്റെ നോട്ടും ഈ PDF അതുപോലെ നിങ്ങൾക്ക് ഇത് പോളിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇനി നമ്മളിടുന്ന ഈ സീരീസിലെ അടുത്ത ക്ലാസ്, തുടർച്ചയായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നുണ്ടാവും. ഇനി ഇംഗ്ലീഷ്, മാത്സ് ഇതുപോലെ ഓരോ ക്ലാസ്സുകളും നമ്മൾ പോകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്